ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പിസ്സ ഉണ്ടാക്കാൻ പോവാണ്. എന്താകുമോ എന്തോ എന്നൊന്നും അറിയില്ല, പക്ഷേ അത് ഉണ്ടാക്കും അല്ലേ ചേട്ടാ. പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ട് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കവും സബോളയും ചീസ്, ചില്ലി ഫ്ലേക്സ്, പിസ്സ സോസ്, ഒറിഗാനോ, മൈദ ഇതെല്ലാം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എന്തുണ്ടാക്കണം എൻ്റെ കയ്യിലെടുത്ത് തന്നെ വേണം, അല്ലാതെ റെഡി ആക്കിയിട്ട് ഒരുക്കിയിട്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ചിക്കൻ വറുക്കാൻ വേണ്ടി വെച്ചു. ചിക്കൻ വറുക്കാൻ വെക്കുന്ന ടൈമിൽ ഞാൻ ചേട്ടൻ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, നേരം പോകണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പിസ്സയായിട്ട് ഉണ്ടാക്കിയത്, കാരണം എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഫസ്റ്റ് ടൈം കഴിക്കണം തോന്നുന്നുണ്ട് കേട്ടോ. മൈദ അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ പാനിൽ പരത്തിയതിന് ശേഷം അതിന് മുകളിൽ കൂടെ ഞാൻ പിസ്സ സോസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. എല്ലാ ഭാഗത്തും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം ആവശ്യമായിട്ടുള്ള നമ്മുടെ ചീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉള്ള വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തത് സബോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ആയിരുന്നു. ക്യാപ്സിക്കം ഞാൻ ഗ്രീനും യെല്ലോയും റെഡും എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചത് അത് മുകളിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ചീസ് ഇട്ടു. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എന്താ പറയുക ചില്ലി ഫ്ലേക്സും അതുപോലെ ഒറിഗാനോയും ഇട്ടിട്ട് അതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് നമ്മളത് ആയി തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. അച്ഛനും ചേട്ടൻ്റെ അമ്മയൊക്കെ പറഞ്ഞു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഉണ്ടാക്കണത്, അപ്പോൾ എന്താകും എന്തോന്നും അറിയില്ല. അപ്പോൾ സംഭവം സെറ്റായിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.